ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ചുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ വർഷങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് ഇത്തവണ മികച്ച രീതിയിൽ നെഹ്റു ട്രോഫി നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തി കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയെ നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർക്കും നമുക്കും എല്ലാവർക്കും ബോധ്യമാണ് ഇതാണ് സംഭവിക്കാം, ഇന്ന രീതിയിലാണ് സംഭവിക്കുന്നത്, സംഭവിക്കണം ഇന്ന കാര്യം സംഭവിക്കാൻ പറ്റും, ഇന്നതാണെങ്കിൽ ഇന്നതായിരിക്കും. അപ്പം അങ്ങനെ വ്യക്തതയോടുകൂടി തീർച്ചയായിട്ടും കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ വളരെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വൈകി പോയതിൻ്റെ കാരണം ഇന്ന് നമ്മുടെ ബഹുമാനോട് വാഴൂർ സാർ പരിചയപ്പെടുന്നത് നമ്മുടെ മിനിസ്റ്റർ 2 പ്രോഗ്രാം ആർപ്പിടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ക്യാൻസൽ ചെയ്ത് എൻ്റെ ഒരു മനസ്സിൽ ഈ ഒരു കാര്യം പറഞ്ഞു വിട്ടുപോയി. അപ്പോൾ എന്തെങ്കിലും രാവിലെ പ്രോഗ്രാമൊന്നുമില്ല, രാവിലെ ഓഫീസിൽ പോകാൻ തിരക്കാറില്ല, തീർച്ചയായിട്ടും ശുഭാപ്രതം അറിയിച്ചോളും. എല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാവരും ഒരുമിച്ച് കളക്ടറൊക്കെ ഇതിനകത്ത് ഒരു മുഖ്യധാരയിലേക്കോ അല്ലെങ്കിൽ ലീഡർഷിപ്പോ തന്നെയല്ല, എല്ലാവരുടെയും കൂട്ടായ സപ്പോർട്ടാണ്. ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ചുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ വർഷങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് ഇത്തവണ മികച്ച രീതിയിൽ നെഹ്റു ട്രോഫി ജലോത്സവം നടത്തുമെന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പെരുമാറ്റച്ചട്ടം പരിഷ്കരിച്ചിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു. മുൻ MLA CK സദാശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്ലിനിക്കിൽ വള്ളംകളിയിൽ പാലിക്കേണ്ട നിബന്ധനകൾ വിശദമാക്കുകയും ടീമുകളുടെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. സബ് കളക്ടറും NTBR സൊസൈറ്റി സെക്രട്ടറിയുമായ സമീർ കിഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA KK ഷാജു, RK കുറുപ്പ്, VC ഫ്രാൻസിസ്, MV അൽത്താഫ്, KM അഷ്റഫ്, S ഗോപാലകൃഷ്ണൻ, കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ PS വിനോദ്, വിവിധ ടീമുകളുടെ ക്യാപ്റ്റന്മാർ, ലീഡിംഗ് ക്യാപ്റ്റന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.